20 പേരുണ്ട്. അവർ സംഘം ചേർന്ന് വാള് ഉപയോഗിച്ച് വീശുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത്. ഭയമില്ല. SDP എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ഇത് ആസൂത്രിതമായ ആക്രമണമാണ്. സെക്രട്ടറി തർക്കിലിട്ട് അമ്മ അടിച്ചു കള്ളക്കേസുണ്ടാക്കി വീണ്ടും ഒരു കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കവനെ കണ്ടപ്പോൾ മനസ്സിലായി. ഈ പാർട്ടി ഓഫീസിൽ ഞാനും ആഫീസ് സെക്രട്ടറിയും മുകളിൽ നിൽക്കുമ്പോൾ തന്നെ പാർട്ടി ഓഫീസിൽ നിൽക്കുമ്പോൾ ഇവിടെ ഭയങ്കരമായ ഒരു ബഹളം കേട്ടു. ബഹളം കേട്ട് താഴോട്ടിറങ്ങി വന്നപ്പോൾ ഒരു 10-20 പേരുണ്ട്. അവർ സംഘം ചേർന്ന് വാള് ഉപയോഗിച്ച് വീശുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത്. ഭയന്നുപോയി പെട്ടെന്ന്. ഇവിടെ കണ്ണാടിയൊക്കെ അടിച്ച് പൊട്ടിച്ചു. അതുപോലെ തന്നെ ഇവിടെ താഴെ ഇരുന്ന ഫർണിച്ചർ സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ചു. എന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. SDP എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. എന്തായിരുന്നാലും ശക്തമായ ഒരു അന്വേഷണം ഇതിന്റെ പിന്നിൽ ഉണ്ടാവണം. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് തുടർന്നും നല്ല രീതിയിൽ തന്നെ ആ ഇടപെടൽ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വലിയ സംഭവം പാർട്ടി ഓഫീസിന് നേരെ ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഇങ്ങനെ ആരും പാർട്ടി ഓഫീസ് കയറി അടിക്കുന്ന ഒരു നിലപാട് ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ല. ഇതിന് ശക്തമായ നടപടി വേണം. ഈ പാർട്ടി ഓഫീസിനകത്ത് വണ്ടി ഓടിച്ച് കയറ്റിയാണ് ഇവിടുത്തെ നശിപ്പിച്ചെന്ന് പറയുന്നത്. വണ്ടി ഇടിച്ച് ഇതിനകത്ത് കയറ്റി ഇതിന് ശേഷമാണ് ഈ വാളും മറ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. യഥാർത്ഥത്തിൽ എനിക്ക് പോലും പരിക്കേൽക്കേണ്ട ഒരു സാഹചര്യം വന്നേനെ. ഞാൻ താഴെ ഇറങ്ങി പെട്ടെന്ന് ഇത് കണ്ട് ആകെ അപ്സെറ്റായിപ്പോയി. അതിനകത്ത് ഈ ക്യാരംസും ഒക്കെ അടിച്ചു പൊട്ടിച്ചു. ഫർണിച്ചർ സാധനങ്ങൾ താഴെ വെച്ചിരുന്ന ഫർണിച്ചർ സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ചു. പാർട്ടി ഓഫീസിന് നേരെ ആക്രമണമല്ലേ? പാർട്ടി ഓഫീസിന് നേരെ നടന്ന ആക്രമണമാണ്. ഏതെങ്കിലും പ്രതികളെ പിടിച്ചെടുത്തെങ്കിലും? പ്രതികളെ പോലീസ് കണ്ടെത്തിയെന്നാണ്, 4 പേരെ കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ SDP-ക്കാരെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ആളുകളുണ്ട്. കൂടുതൽ സംഘം ചേർന്നുള്ളതാണ്. സംഘം ചേർന്ന് ഇത് ആസൂത്രിതമായ ആക്രമണമാണ്. നമ്മുടെ ഭാഗത്തുള്ള ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ? നമ്മുടെ 2-3 പേർക്ക് പരിക്ക് ഉണ്ട്. നല്ല ഇവിടെ താഴെ നിന്ന പിള്ളേർ തന്നെ കളിച്ചോണ്ട് നിന്ന പിള്ളേരാണ്. ക്യാരംസ് കളിച്ചോണ്ട് പിള്ളേരെയാണ് ആക്രമിച്ചത്.